എൻ്റെ ഒരു പടം കൂടി ഇറങ്ങുന്നുണ്ട് ഏപ്രിൽ 2-ന്, ദൃശ്യം 3. ദൃശ്യം 3-ല് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ലാലിന്റെ. സാറ് പറഞ്ഞ പോലെ കസ്തൂരിമാനിലെ അച്ഛൻ്റെ റോള് ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ഉർവശി മാമന്റെ ഒരു സിനിമ കണ്ടിട്ട് അത് എത്രമാത്രം ആളുള്ളിൽ തട്ടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഓരോ സീൻസും എന്ന് പറയുന്നത് ലോകം കണ്ടിട്ട് തോന്നിയിട്ടുണ്ട്. കണ്ടിട്ട് തോന്നി. അപ്പോൾ ഇതുപോലെ ലിയോണയുടെ പുതിയ സിനിമകൾ ഇറങ്ങുന്നു, സീരീസുകൾ ഇറങ്ങുന്നു, അപ്പോൾ എന്തെങ്കിലും ഉപദേശം ഇതുപോലെ കൊടുക്കാറുണ്ടോ? അവള് ഇപ്പൊ എന്നെ ഉപദേശിക്കാറാണ്. ആഗ്രഹം ഉണ്ടായിരുന്നോ മകള് സിനിമയിലേക്ക് വരണമെന്നുള്ളത്? ഒരു ആഗ്രഹവും ഇല്ലാത്ത കുട്ടിയായിരുന്നു. അമ്മേരെ പിന്നാലെ ഈ സാരിയൊക്കെ പിടിച്ചു കയറുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രമായ ഇനിയും എന്ന സിനിമയിലെ താരങ്ങളാണ് ഇന്നോടൊപ്പം ഉള്ളത്. വെൽക്കം. അപ്പോൾ ഇനിയും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇറങ്ങുന്ന ഒരു ഫാമിലി എന്റർടൈനർ എന്നാണ് നിങ്ങളുടെ പറഞ്ഞത്. എന്താണ് ഇനിയും? വിശ്വട്ടൻ തന്നെ തുടങ്ങട്ടെ. അതെ, ശരിക്കും ഒരു ഗ്രാമത്തിലെ ഒരു പഴയ തറവാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. കഥ എന്തായാലും ഞങ്ങൾക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. അതിൽ നായകനാണ് സനീഷ്, നായികയാണ് ഭദ്ര. എൻ്റെ ചെറുപ്പക്കാരല്ലേ ഇവൻ? ചെറുപ്പക്കാരാണ്. അപ്പോൾ ഞാൻ അച്ഛനായിട്ട് അഭിനയിക്കുകയാണ്. ഒരു പഴയ സ്റ്റൈലിൽ തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. നല്ല കഥാ സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളൊക്കെ കോർത്തി ഇണക്കിക്കൊണ്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇനിയും എന്ന സിനിമ. ഇത് റിയൽ സ്റ്റോറി ആയിട്ട്, ഇത് എഴുതിയ ആളുടെ റിയൽ സ്റ്റോറി ആയിട്ട് ബന്ധം ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിരുന്നു. സത്യമാണോ? സുധീർ സാറിൻ്റെ പ്രൊഡ്യൂസർ സുധീർ സാറിൻ്റെ കഥയുമായിട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെയാണ് സിനിമയായിട്ട് വരുന്നത്. അപ്പം ഇതില് ലിഷ സാർ ഒഴികെ ബാക്കി 3 പേരും പുതുമുഖങ്ങളാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫിലിമിൽ? വളരെ നല്ലൊരു അനുഭവമാണ്. ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിനൊരു മറുപടി പറയാം. അതായത് നമ്മളൊരു കേരളത്തിൻ്റെ ഒരു തനതായ അത്തരത്തിലുള്ള ഒരു ഗ്രാമീണ ഭംഗി, അത്തരത്തിലൊരു ട്രഡീഷണൽ ഒരു തരുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസറാണ് അതിൻ്റെ ശ്രീ സുധീർ സിവി. അദ്ദേഹം ഒരു തൃശ്ശൂർക്കാരനാണ്. അത് മാത്രമല്ല അദ്ദേഹം ഒരു വലിയൊരു കർഷകനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുതി അങ്ങനെ ഉണ്ടായിട്ടൊരു സിനിമയാണ്. പിന്നീട് അത് സിനിമയാക്കുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളെ പുതുമുഖങ്ങളായിട്ട് വിളിക്കുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. എന്തായാലും കേരളത്തിലെ ഒരു കുടുംബ പ്രേക്ഷകർക്ക് കാണാനാവുന്ന രീതിയിൽ നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറേ ട്രഡീഷണൽ വാല്യൂസ് കാണിക്കുന്ന ഒരു സിനിമയാണ് ഇനിയും എന്ന് പറഞ്ഞ ഈ സിനിമ. എങ്ങനെ ഉണ്ടായിരുന്നു പാർത്ഥിബിന്? വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡയറക്ടർ വരുന്നത് ജീവ സാറാണ്. പിന്നെ പ്രൊഡ്യൂസർ വരുന്നത് എൻ്റെ അച്ഛനും കൂടിയായ സുധീർ സേബിയാണ്. അപ്പോൾ അച്ഛൻ്റെയും കൂടി ഒരു സ്റ്റോറി ആയ കാരണം എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഈ ക്യാരക്ടറിൽ അഡാപ്റ്റ് ആവാൻ. എൻ്റെ ക്യാരക്ടർ പറയുന്നത് ദത്തെന്ന് പറഞ്ഞിട്ടാണ് ക്യാരക്ടർ. ഇതിൻ്റെ ഹീറോ ശരിക്കും അഷ്കർ സദാൻ സാറാണ്. അപ്പോൾ ആളുടെ ചെറുപ്പമാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ ചെയ്തു. ഡയറക്ടർ സാറായാലും പിന്നെ ക്രൂ ആയാലും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഭദ്രേൻ്റെ എങ്ങനെയായിരുന്നു? മുന്നേ ഫിലിമിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമായിട്ട് വന്നതാണോ, ആക്സിഡൻ്റലി വന്നതാണോ ഫിലിമിലേക്ക്? എനിക്ക് കുട്ടിക്കാലത്ത് ഭയങ്കര ആഗ്രഹമുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. പക്ഷേ ഇത് യാദൃശ്ചികമായിട്ടാണ് ഇനിയും എന്ന സിനിമയിലേക്ക് ഞാൻ വരുന്നത്. അതൊരു ഓണത്തിൻ്റെ ഒരു ആൽബം സോങ് ഷൂട്ട് മീൻസ് ആൽബത്തിൽ അഭിനയിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. അതിൽ പുലിക്കളിക്കാരനായിട്ട് വേഷം ചെയ്യാൻ വന്ന ജിജു ചേട്ടനാണ് ഇനിയും എന്ന സിനിമയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സാർ കുറേ പുതുമുഖങ്ങൾ അവരെ ഫസ്റ്റ് ടൈം ആക്ടിങ് കണ്ടു. അപ്പോൾ സാറിൻ്റെ പഴയ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന എന്തെങ്കിലും ഓർമ്മ വന്നായിരുന്നോ? ആദ്യത്തെ ക്യാമറ അനുഭവം? ഇവരൊക്കെ കുറെ കൂടി എക്സ്പീരിയൻസ്ഡ് ആൾക്കാരുമായിട്ടാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന കാലത്ത് അന്ന് മറ്റേ ഫിലിമുള്ള ഇത് എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റില്ല അന്നൊന്നും. അന്നൊക്കെ ശരിക്കും പഠിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഫിലിമുകൾ കുറേ പോകും. പക്ഷേ ഇതിൽ പിന്നെ ഡയറക്ടറും പിന്നെ പ്രൊഡ്യൂസറും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഡയറക്ടർ ജീവി ആയാലും സുധീർ സാറായാലും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും. എങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം സെറ്റിലുണ്ടായിരുന്നപ്പോഴത്തേക്കും സീനിയർ സ്പടികം ജോർജ് സാറുണ്ട്, ലിഷ സാറുണ്ട്, അപ്പം അവരുടെയൊക്കെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ മനസ്സിലാക്കി കൊടുത്തോളേ, ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സീനിയർ താരം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അഭിനയിക്കാൻ നമുക്ക് തോന്നലുണ്ടാവില്ല. കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു സീനിൽ നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥ തോന്നും. പ്രത്യേകിച്ച് ലിഷോയേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുക പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ചില സമയത്ത് ബ്രേക്കുകളിലൊക്കെ നമ്മളെ വളരെയധികം കംഫർട്ടബിൾ ആക്കും. അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് കുറേ കൂടി
നമുക്ക് ധൈര്യം തരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കാരണം നമ്മൾ സിനിമ ഇപ്പോൾ ആദ്യമാണ് സിനിമ അഭിനയിക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ കുറവുകൾ നമുക്കുണ്ടാവും. പക്ഷെ പല സമയങ്ങളിലും നമ്മളോടൊക്കെ പറയും ഇത് ഇങ്ങനെ ചെയ്താൽ മതിടാ. വളരെ ഫ്രണ്ട്ലി ആയിട്ടും നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ ഒരു അംഗം പറയുന്ന പോലെയാണ് സീനിയറായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പ്രത്യേകിച്ച് ലിഷോയേട്ടൻ്റെയൊക്കെ നമുക്ക് പേര് എനിക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു. അപ്പോൾ ഇതില് ക്യാരക്ടറിന്റെ പേര് ഭദ്രൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അതിൽ ഒരുപാട് ഫസ്റ്റ് ഒരു പാവം പോലെ വന്നിട്ട് പിന്നെ ഒരു റൗഡി പോലത്തെ ഒരു ക്യാരക്ടറിലേക്ക് മാറുന്ന ആണ് നമ്മൾ ട്രെയിലറിൽ കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ക്യാരക്ടർ? എനിക്ക് തോന്നുന്നു ട്രെയിലറിൽ കഥ വ്യക്തമല്ല, ഞാൻ കൃത്യമായിട്ട് പറയാം. ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. അതെ. ഭദ്രൻ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ. ഞാനൊരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് വരുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് സിനിമയിലത്തെ എല്ലാം പറയുന്നത്. അപ്പോൾ ആ കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് സിനിമയിൽ വരുന്ന ഒരു ക്യാരക്ടറിൽ പെട്ടെന്ന് അഡാപ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ സുധീർ സാറ്, അതുപോലെ ഡയറക്ടർ ജീവ സാറ്, അസോസിയേറ്റ്സ്, നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു ക്യാരക്ടർ, രണ്ട് നേച്ചറാണ് ഈ സിനിമയിൽ അയാൾ കാണിക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ അയാളൊരു എന്തിനേയും നേരിടാൻ തയ്യാറായി ഭയങ്കര ആത്മബലം ധൈര്യമുള്ള ഒരാളാണ്. പിന്നീട് ചില സാഹചര്യങ്ങൾ കൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോകേണ്ട സാഹചര്യം വരുന്നു. പിന്നീട് അയാളുടെ ലൈഫിലുണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ, പ്രശ്നങ്ങൾ, ഒരുപാട് ചലഞ്ചസ് ആൾ ഫേസ് ചെയ്യുന്നു. അപ്പം ഇത് ഓട്ടോമാറ്റിക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് പഠിച്ച് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഇപ്പോൾ ഓഡിയൻസ് ആണുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത്. എൻ്റെ നേച്ചറായി തോന്നുന്നുണ്ടെന്ന് ഓഡിയൻസാണ്, പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കിട്ടിയ ആദ്യത്തെ ഫീഡ്ബാക്ക്, അപ്പോൾ ഡയറക്ടർ, അതുപോലെ പ്രൊഡ്യൂസർ, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്ന ഫീഡ്ബാക്ക് പ്രകാരം അത് വർക്കായി എന്ന് പറയുന്നു. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. കാരണം നമുക്ക് സിനിമ എന്താണെന്ന് പഠിപ്പിച്ച് തന്ന ഒരു സിറ്റുവേഷൻ കൂടിയായിരുന്നു ഇനിയും എന്ന ഒരു സിനിമ. നിങ്ങളുടെ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റി? എനിക്ക് മനസ്സിലായൊരു വലിയൊരു കാര്യം എന്താ അറിയോ, നമുക്ക് റൊമാൻസ് എന്നൊക്കെ ചെയ്യാന്ന് പറയാം. ഇപ്പം നമുക്കൊരു ഇമോഷണൽ സീൻ ചെയ്യാൻ, എന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളുടെ കാര്യം അറിയില്ല, ഇൻ മൈ പെർസെപ്ഷൻ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സീൻ എന്ന് പറഞ്ഞാൽ റൊമാൻസ് ഒക്കെ ചെയ്യാന്ന് പറയാം. നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരാളായിട്ട് പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു അഭിനയിക്കുക, ചുറ്റുപാടും ക്രൗഡ്, അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഭദ്ര വളരെയധികം കോപ്പറേറ്റ് ചെയ്തു, നമ്മളോട് വളരെ നല്ല രീതിയിൽ എന്നോട് ഇങ്ങനെ ചെയ്യൂ, കുഴപ്പമില്ല, അപ്പോൾ അവർ ഭയങ്കര കംഫർട്ടബിളാണ്, അങ്ങനെ ചിരിച്ചോളൂ, സംസാരിച്ചോളൂ എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മറ്റുള്ള ആളുകൾ നമ്മളിത് എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പറയുന്നൊരു സാധനം എൻ്റെ മനസ്സിൽ വരും. കാരണം അത് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ കുറവാണ്. പക്ഷേ വളരെ നമ്മളെ കംഫർട്ടബിളാക്കി ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു, നമ്മുടെ അഭിനയിക്കാനുള്ള പാട്ടിൻ്റെ രംഗങ്ങളിലൊക്കെ അഭിനയിക്കാനായിട്ട് ഒരുപാട് കംഫർട്ടബിളായി. ഭദ്രയുടെ സഹായത്തിലുണ്ട്. സർ ഒരുപാട് സിനിമകളിൽ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പല സിനിമകളിൽ പല ക്യാരക്ടർ, പല ദേഷ്യമുള്ള അച്ഛൻ, പാവമുള്ള അച്ഛൻ, അങ്ങനെ അച്ഛൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള അച്ഛൻ എങ്ങനെയാണ്? ഇതിലുള്ള അച്ഛൻ എല്ലാവിധ ഭാവങ്ങളും വരുന്ന ഒരു അച്ഛനാണ്. ശരിക്കും നല്ലപോലെ ശാസിച്ച് വളർത്തുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു കാലഘട്ടം. അങ്ങനെ രണ്ട് തലങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ക്യാരക്ടർ. കസ്തൂരിമാനിന് ശേഷമുള്ള എൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അതാണ് തോന്നുന്നു എല്ലാവരും ഫസ്റ്റ് സാറിൻ്റെ അച്ഛൻ റോള് വരുമ്പോഴത്തേക്കും കസ്തൂരിമാനിലെ ക്യാരക്ടറാണ് ആദ്യം ഓർമ്മയിലേക്ക് വരുന്നത്. അതെ അതെ, എല്ലാവരും അതിനെയാണ് പറയുക, കമ്പയർ ചെയ്യുക അതിനെയാണ്. പക്ഷെ ഇതിലും അങ്ങനത്തെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇതിൽ അഷ്കർ സൗദൻ ഒരു പ്രധാന ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രെയിലറിൽ കുറച്ച് സെക്കൻഡ്സ് ലാസ്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ്? സസ്പെൻസ് ആയിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് സിനിമയിൽ ഒരുപാട് സസ്പെൻസ് ഉണ്ടാവുമല്ലോ, പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലല്ലോ. ഇതിൽ ഈ പറഞ്ഞ പോലെ അഷ്കർ സൗദാൻ സാറിനെ പോലെ തന്നെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം അടുത്തിറങ്ങിയ ഒരു മലയാള സിനിമകളിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായം, ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ആർട്ടിസ്റ്റിനും തുല്യമായ പ്രാധാന്യം ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേവേട്ടൻ, എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ കൃത്യമായ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെയൊരു സിനിമയാണിത്. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ ഒരുപാട് സസ്പെൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ പ്രഷർ എത്രത്തോളം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എല്ലാവരും, നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സനീഷ് ഒക്കെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെൻഷൻ അടിക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ജീവ സാറ്, ഡയറക്ടർ ജീവ സാറ്, അതുപോലെ അസോസിയേറ്റ് ജയരാജ് സാറ്, അസിസ്റ്റൻ്റ് ആശ മാം, അവരൊക്കെ നമ്മളടുത്ത് വന്ന് കൂളായിട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് നന്നായി സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും, ക്യാമറ ചെയ്യുന്നവരും, കനകരാജ് സാറ്, അതുപോലെ എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് കൂളായിട്ട് ചെയ്യുന്നുള്ളൊരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ഒക്കെ.
പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് ഓക്കെ. ഇപ്പം അച്ഛൻ എഴുതിയ കഥയിലെ ആളായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം അച്ഛൻ ഇങ്ങനെ ടിപ്സൊക്കെ പറയാറുണ്ടോ? ഇങ്ങനെയല്ല, അങ്ങനെ ചെയ്യണം, നീ ചെയ്ത് ശരിയായില്ല, അങ്ങനെയൊക്കെ? ഇല്ല, അച്ഛൻ പൊതുവെ സപ്പോർട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ആക്ടിങ് ചെയ്തതിൻ്റെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അച്ഛൻ്റെ ഓരോ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ മോട്ടിവേറ്റഡ് ആയി. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ പ്രഷർ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ടേക്കിൽ വരുമ്പോൾ തന്നെ സീൻ വരുന്നത് ഓപ്പോസിറ്റ് ശിവജി സാറ് നിൽക്കണത്. ആളുടെ അടുത്ത് ഒരു ഡയലോഗ് പറയണതാണ്. അതാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ പറയണം. അപ്പോൾ ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ ജീവ സാറ് നല്ല സപ്പോർട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ പറഞ്ഞു, സാധാ പോലെ അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ പ്യുവറായി സാധാ പോലെ എന്താണ് ആ ഓപ്പോസിറ്റ് ആളുടെ അടുത്ത് എങ്ങനെയാണ് പറയേണ്ടത്, ആ ഭാവം, ആ ക്യാരക്ടറിൻ്റെ ഫുള്ള് സ്ട്രക്ചർ പഠിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ ഒരു മോട്ടിവേറ്റഡ് ആയി. പിന്നെ അച്ഛൻ്റെ കഥ കൊണ്ട് കഴിയുമ്പോൾ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. പറഞ്ഞു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയ എന്തെങ്കിലും ഫിലിംസ് ഉണ്ടോ? ഈ ഇടയ്ക്ക് കണ്ട സിനിമയിൽ ഈ സിനിമ കണ്ട് അത്രയും നല്ലൊരു സിനിമയായിട്ട് നല്ല ഇൻസ്പയർ ചെയ്തു, ഞങ്ങൾക്ക് സിനിമ ചെയ്യണമെന്ന് തോന്നിയ? എല്ലാ സിനിമകളും അതിൻ്റേതായ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എല്ലാ സിനിമകളും ഇൻസ്പയർ, ഇപ്പോൾ ഓരോ ആളുകളുടെ പെർസെപ്ഷൻ അനുസരിച്ചാണ് ഈ സിനിമ ഇൻസ്പയർ ചെയ്യും. ഇപ്പം ഞാനൊരു സിറ്റുവേഷനിലിരിക്കുന്നു. ആ സിറ്റുവേഷനിലിരിക്കുന്ന സമയത്ത് ഞാനൊരു സിനിമ കാണുമ്പോൾ ആ സിനിമ ചിലപ്പോൾ ആ സിറ്റുവേഷൻ വളരെയധികം, ഇപ്പം ഈ അടുത്തിറങ്ങിയ ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ, ഇപ്പം എല്ലാം നല്ല സിനിമകളാണ്. പക്ഷേ ആളുകൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നോക്കി കാണുന്നത്. ഇപ്പം ഞാൻ കാണുന്നത് സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സമൂഹത്തിലെ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് സിനിമയ്ക്ക്, അല്ലേ? ഇപ്പം നമുക്ക് നോക്കി ട്രാഫിക് പോലത്തെ സിനിമ, ആ സിനിമ വന്നതിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളൊന്നും, ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻസ് ഒക്കെ ഒരുപാട് വളരെ സ്പീഡായിട്ട് നടക്കുന്നു, അല്ലേ? അപ്പോൾ അത് സിനിമ ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒരു കൂട്ടം ആളുകളുടെ ഒരു വ്യക്തിയുടെ ചിന്തയെ സ്വാധീനിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ സിനിമ നമ്മളെ വല്ലാതെ ഇൻസ്പയർ ചെയ്തു. ആ സിനിമ ഇൻസ്പയർ ചെയ്തില്ല എന്ന ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അഭിനയിക്കാൻ ഇൻസ്പയർ ചെയ്ത ഫിലിംസ് എന്തെങ്കിലും? ഒരുപാട് സിനിമകളുണ്ട്. അത് ഈ അടുത്തൊന്നല്ല, ആദ്യം മുതലേ സിനിമ. ഇപ്പം നോട്ടെ, കിരീടം എന്നൊരു സിനിമ ഇന്നും സേതുമാധവൻ നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ കസ്തൂരിമാനിലെ അച്ഛൻ്റെ റോള് ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ ഈ സിനിമ ചെയ്യുമ്പോൾ ഞാൻ അയ്യോ, കസ്തൂരിമാനിലെ അച്ഛനൊക്കെ ചെയ്ത ഒരാളാണ്, ഇദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ എന്ത് പറയും, എനിക്കൊന്നും അറിയില്ല സിനിമ എന്താ. അപ്പോൾ അത് നമ്മൾ ആ സിനിമയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കംഫർട്ടബിൾ ആക്കി നമ്മളെ ഇതിങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മളെ ചെയ്യിപ്പിക്കുകയാണ്, അല്ലേ? അപ്പം പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓരോ സിനിമയ്ക്കും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. പല പല ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ നായക കഥാപാത്രം ആവണമെന്നില്ല, മറ്റു പല കഥാപാത്രങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അത് ഡിപ്പെൻസ് ഓൺ, അത് ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊന്നും ഭദ്രയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം നമുക്ക് ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്നുള്ള തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സിനിമകളുണ്ട്. ഈ അടുത്ത് കണ്ടത് തന്നെ എന്താ പറയുക, ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ഉർവശി മാമിൻ്റെ ഒരു സിനിമ കണ്ടിട്ട് എന്താ പറയുക, എത്രയും മനോഹരമായിട്ട് എന്താ പറയുക, ഇങ്ങനെയൊക്കെ അഭിനയിച്ചു, ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായ കാരണം കൊണ്ട് അത് എത്രമാത്രം ആളുള്ളിൽ തട്ടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഓരോ സീൻസും എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലോകം കണ്ടിട്ട് തോന്നി. അതല്ലാതെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു തോന്നി. നമുക്ക് ഒരുപാട് സിനിമകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ചില സിനിമകൾ നമ്മളെ ഉള്ളിൽ തട്ടുന്ന സിനിമകളുണ്ട്. അപ്പൊ അത് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത നമുക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു സിനിമയാണത്. സാറിന് ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്ന എന്തെങ്കിലും സിനിമ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതം തോന്നിയ സിറ്റുവേഷൻ ഉണ്ടോ? ഇപ്പോഴത്തെ ഒരുപാട് പിള്ളേരെ പടങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് ഞാൻ മിക്കതും പോയി കാണും, തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതാണ്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം അടുത്ത് കണ്ടത് ഞാൻ പ്രകമ്പനം, എനിക്ക് നല്ല ഇഷ്ടമായി പടം. എല്ലാ പുതിയ പിള്ളേർ ഒക്കെ ഇട്ടിട്ട്, കുറച്ച് പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല പടമായിരുന്നു. അപ്പോൾ ഇതുപോലെ ലിയോണയുടെ പുതിയ സിനിമകൾ ഇറങ്ങുന്നു, സീരീസുകൾ ഇറങ്ങുന്നു. അപ്പോൾ എന്തെങ്കിലും ഉപദേശം ഇതുപോലെ കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ കാണുമ്പം ഒരു അച്ഛനും ആക്ടറോ എന്ന നിലയിൽ, സീനിയർ ആക്ടറോ എന്ന നിലയിൽ എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? അവള് ഇപ്പം എന്നെ ഉപദേശിക്കാറാണ്. ഞാൻ ആദ്യം കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു അവൾക്ക്. ആ തുടക്കത്തിലെ അവൾക്ക് കുറച്ച് പേടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ പോകുമ്പോൾ. അന്ന് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു. പിന്നെ അവള് നടന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. പോണ്ടിച്ചേരിയിൽ പോയി അഭിനയത്തിൻ്റെ ക്ലാസ് പഠിക്കാൻ പോയി, അവിടെ ബോംബെയിൽ പോയി ഒക്കെ പഠിച്ച് വന്ന് ഇപ്പം നമുക്ക് പറഞ്ഞുതരും എന്താണ് ക്ലാസ്.
ആഗ്രഹം ഉണ്ടായിരുന്നോ മകള് സിനിമയിലേക്ക് വരണമെന്നുള്ളത്? ഒരു ആഗ്രഹവും ഇല്ലാത്ത കുട്ടിയായിരുന്നു. അവള് ശരിക്കും ഒരു നാണം കുടുങ്ങി അമ്മേരെ പിന്നാലെ ഈ സാരിയൊക്കെ പിടിച്ച് കറന്നിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഞാൻ നിർബന്ധിച്ചൊരു മോഡലിങ്ങിന് പറഞ്ഞയച്ചു. അപ്പം ഞാനും കൂടെ പോയി. എനിക്ക് പറ്റില്ല അച്ഛാന്നൊക്കെ പറഞ്ഞു. ഞാനും കൂടെ പോയി, വൈഫും കൂടെ പോയി അഭിനയിപ്പിച്ച്. അതിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് താല്പര്യം തോന്നി. പിന്നെ കുറച്ച് മോഡലിങ് കുറേ ചെയ്ത്. അതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരൻ ശാരദാമ്മയുടെ മുകളിലൊരു കുട്ടീനെ അന്വേഷിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവളെ കണ്ടപ്പോൾ അത് കുഴപ്പമില്ല, ശാരദാമ്മയുടെ ഒരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ പടമാണ്. അപ്പം റിജി നായർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ വീട്ടിലൊക്കെ വന്ന് സംസാരിച്ച് ഞാൻ നല്ല ഇത് ചെയ്ത്. അന്ന് മധുവാമ്പോട്ടായിരുന്നു അതിൻ്റെ ക്യാമറാമാനൊക്കെ. അദ്ദേഹമൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇവളെ അങ്ങനെ ഒന്നും അഭിനയിപ്പിച്ചെടുത്തത്. അതിനുശേഷം ജവാൻ ഓഫ് വെള്ളിമലൊക്കെ ചെയ്യുന്നത്. പിന്നെ അവളിങ്ങനെ പ്രോഗ്രസ് ആയിട്ട് വന്നു. ഇപ്പോൾ ഉള്ള ഒരു വളർച്ച കണ്ടിട്ട് എന്താ തോന്നുന്നത്? അഭിമാനം തോന്നുന്നുണ്ട് ശരിക്കും. എനിക്കൊരു അച്ഛനെന്ന നിലയ്ക്ക് അവളെ ചെയ്യുന്ന റോളുകൾ കാണുമ്പോൾ ഒരു നല്ലൊരു അഭിമാനമുണ്ട്. ഇപ്പോൾ സനീഷിനാണെങ്കിൽ അഭിനയിക്കാനുള്ള ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഞാൻ സിനിമ ഒരുപാട് മുമ്പേ, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലൊക്കെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമുക്ക് അതിനുള്ള സാഹചര്യം, ഒരുപാട് ശ്രമം നടത്തി, പക്ഷെ നടന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ലൈഫിൽ, പ്രൊഫഷനിലേക്ക് ഞാൻ തിരിഞ്ഞു. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ എൻ്റെ ജോലി, അതൊരു ഉത്തരവാദിത്തമാണല്ലോ, സ്വപ്നം അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അപ്പം തന്നെ ഒന്ന് ആലോചിച്ചു, ഇനിയിപ്പോൾ എനിക്കത് അങ്ങനെ ഒരു പ്രൊഫൈലിലേക്ക് മാറാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചു. പക്ഷേ എല്ലാം ദൈവാനുഗ്രഹമാണല്ലോ, ദൈവമാണല്ലോ നമുക്ക് ഓരോ സമയത്ത് ഓരോന്ന് കൊണ്ടുവരും. അങ്ങനെ കാണുന്ന ഒരാളാണ്. ആ സമയത്ത് അപ്പം ഞാൻ ചിന്തിച്ചു, എന്നാൽ നമ്മുടെ സ്വപ്നത്തിൻ്റെ വഴിയിലൂടെ ഒന്ന് നടന്നു നോക്കാം. നാളെ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ ഈ സിനിമ അതിന് നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ട്രെയിലർ ഇറങ്ങിയിട്ട് കമൻസ് ഒക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? കാരണം ഒരുപാട് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള കമൻസുകൾ ഉണ്ടായിരുന്നു. പുതിയ ആൾക്കാർ വരുന്ന പുതിയ സിനിമയാണ്, ഇങ്ങനെ ഒരു എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ട്രെയിലർ കണ്ടിട്ട് എന്നെ സിനിമയെ പറ്റി അസസ് ചെയ്തിട്ടുണ്ട്, ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ മോശം കമൻസും ഉണ്ട്, നല്ല കമൻസും ഉണ്ട്. എപ്പോഴും ഞാൻ നോക്കി കാണുന്നത് ഈ കമൻസ് എപ്പോഴും നമ്മളെ അപ്രീസിയേഷൻ മാത്രമല്ല, അപ്രീസിയേഷൻ എപ്പോഴും നമ്മളെ ഹാപ്പി ആക്കുള്ളൂ. കുറച്ച് ക്രിട്ടിസൈസ് ചെയ്യണം. ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും നമുക്കും സിനിമയ്ക്കും ഒരുപോലെ ഞങ്ങൾക്കും എല്ലാവർക്കും വളരാൻ സാധിക്കുള്ളൂ. അപ്പോൾ പല ആളുകൾ പല രീതിയിലാണല്ലോ നോക്കിക്കാണുന്ന കാര്യങ്ങളെ. അപ്പോൾ ആളുകളുടെ കമൻസ് എപ്പോഴും നമ്മൾ വെൽക്കം ചെയ്യണം. നമ്മുടെ വളർച്ചയ്ക്കും അത് നല്ലതായിട്ടാണ് തോന്നുന്നത് സിനിമയുടെ. ഈ സിനിമയിൽ നിന്ന് നിങ്ങളൊരു ടേക്ക് അവേ പോയിന്റ് കൂടെ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പോയിന്റായിട്ട് നമുക്ക് പറയാനില്ല ഈ സിനിമയിൽ, സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ ഈ സിനിമയെ നോക്കിക്കാണുന്നത്, ഈ സിനിമ മുഴുവനും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രത്യേക ഒരു ഏരിയ ഓഫ് സാധനം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഒരു ഫാമിലീനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന, ഫാമിലി പോലെ ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് അതിൽ ഈ പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ വിഷയം നമുക്ക് അതിന് എടുക്കുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പം ആ സിനിമ മൊത്തം ഞങ്ങളെ വളരെ സ്വാധീനിക്കുന്നുണ്ട്. ഭദ്രയ്ക്ക് എന്തെങ്കിലും പറയണം? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമുക്കൊരു എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് നാട്ടിൻപുറം. അങ്ങനത്തെ ഒരു പശ്ചാത്തലം. അത് പാലക്കാട്, തൃശ്ശൂർ, മേജർ പോർഷൻ തൃശ്ശൂരായിരുന്നു. പിന്നെ കൊല്ലംകോട്, പൊള്ളാച്ചിയൊക്കെ പോയിട്ടുണ്ട് സോങ്ങിന്റെ ഭാഗമായിട്ട്. 70%. അതെ, തീർച്ചയായും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന്റെ അച്ഛൻ ആണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പം പ്രൊഡ്യൂസർ തന്നെ ഒരു കർഷക കുടുംബമാണ്. അപ്പം കാലങ്ങളായിട്ടുള്ളൊരു കൃഷി. അപ്പം അങ്ങനെ എഴുതിയിട്ടുണ്ടാക്കിയൊരു കഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലൊക്കേഷൻസ് കുറേ മനകൾ, എനിക്ക് തോന്നുന്നു അല്ലേ, നമ്മുടെ മനകൾ, അതുപോലെ ഇത്തരത്തിലുള്ള നെൽപ്പാടങ്ങൾ, വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം. അമ്പലങ്ങള്, ഒരു സിനിമ ഷൂട്ട് എന്നുള്ള രീതിയിലൊന്നും നമുക്ക് അതിനെ, പക്ഷെ ഭയങ്കര ലൊക്കേഷനിലൊക്കെ ഉണ്ടല്ലോ, വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ആവണം എല്ലാ സിനിമകളെന്നാണ് ഞാൻ അന്ന് ആലോചിച്ചിരുന്നത്. ഇനി അടുത്ത സിനിമ എന്തെങ്കിലും ദൈവം സഹായിച്ച് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഈ ഇത്തരത്തിലുള്ള ലൊക്കേഷൻസ് ഒക്കെ ആവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സാറ് പണ്ട് ഇതുപോലെ ഫിലിം ഉണ്ടായിരുന്ന സമയം തൊട്ട് ഡിജിറ്റലിൻ്റെ ഏറ്റവും വലിയ ഈ യുഗത്തിൽ വരെ അഭിനയിച്ചു. അപ്പോൾ സാറിന് എന്താ ഫീൽ ചെയ്തത്? അപ്പോഴാണോ കുറച്ചും കൂടെ സെറ്റിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇരിക്കേണ്ടത്? ഇപ്പോഴാണോ? അങ്ങനെ എന്തെങ്കിലും ഫീൽ ഉണ്ടോ? അപ്പോഴാണ് കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് ഇരിക്കേണ്ടത്. ഇപ്പം വീണ്ടും നമുക്ക് ടേക്ക് എടുക്കാലോ.
അങ്ങനത്തെ കുഴപ്പമില്ല. അന്നൊക്കെ എങ്ങനെയായിരുന്നു? പുതുമുഖമായിട്ടൊക്കെ വരുമ്പം ഒരു സീൻ എടുത്തിട്ട് അത് സ്വന്തമായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ഡയറക്ടറിനോട് മാറ്റാൻ പറയാനുള്ളൊരു സ്പേസ് ഒന്നും കാണില്ലല്ലോ. അപ്പൊ അതൊക്കെ അന്ന് എങ്ങനെയായിരുന്നു? ഞാൻ ആ വക ശ്രദ്ധിക്കാറില്ല. ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറിയിരിക്കും. അവർ ചെയ്യാൻ വീണ്ടും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. സാറിൻ്റെ കാര്യത്തിലൊക്കെ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം തന്നെയോ മോണിറ്റർ സീൻ കഴിഞ്ഞാൽ യൂഷ്വലി ഇപ്പോൾ ആളുകൾ മോണിറ്റർ ചെയ്തൊന്ന് നോക്കാം, മോണിറ്ററിലൊന്ന് നോക്കാന്നൊക്കെ തോന്നും. പക്ഷെ സാറതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം എങ്ങനെയാണെങ്കിലും നന്നായിട്ട് അത് ബിക്കോസ് ഓഫ് എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പോൾ സാറ് എനിക്ക് നാടകങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ സാറിനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരാൾ അഭിനയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പൊ ലിയോണയും ചെയ്യുന്നുണ്ട് നാടകം. റോഷന്റെ ദർശനൊക്കെ കൂടിയിട്ട് നാടകം ചെയ്യുന്ന അവള് നാടകത്തെ ഞാൻ നാടകമൊക്കെ ചെയ്യുമ്പോ തീരെ അതിന്റെ പരിസരത്ത് പോലും വരാത്ത ആളാ ഇപ്പൊ നാടകം ചെയ്യുക. അച്ഛനിൽ നിന്ന് ഇൻസ്പയർ ആയതായിരിക്കും. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്. സിനിമയിൽ പിന്നെ വന്നത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതെന്ന് വിചാരിക്കാം. പിന്നെ നാടകം ചെയ്യാന്ന് പറയുമ്പോഴേ അത് അവര് റോഷനും നല്ല നാടകമാണ് ബൈ ബൈ ബൈ. അതന്നെ. അപ്പോൾ സിനിമയെ പറ്റി 27-ാം തീയതി ഫെബ്രുവരി 27-ാം തീയതിയാണ് അല്ല നോമ്പിന്റെ സമയത്തിന്റെ ഇടയിൽ വരുന്നൊരു ഫിലിമാണ്. അപ്പം സിനിമയെ പറ്റി എൻ്റെ ഒരു പടം കൂടി ഇറങ്ങുന്നുണ്ട് അതിന് ശേഷം April 2 ദൃശ്യം 3. അത് ഞാൻ ദൃശ്യം 3-നെ കുറിച്ച് ഒരുപാട് ചോദിക്കുന്നില്ല, ചോദിച്ചാലൊന്നും പറയില്ല എന്നറിയാം. എന്നാലും വേണം, ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ദൃശ്യം 3 ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ലാലിൻ്റെ മകളെ കെട്ടുന്നത് എൻ്റെ മകനാ. അത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി ഇപ്പൊ തൽക്കാലം. പിന്നെ ആരംഭം എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. സരിത പിന്നെ കുഷ്ബുവിൻ്റെ മകളായിട്ട്. സരിത എൻ്റെ ഭാര്യയായിട്ടും കുഷ്ബുവിൻ്റെ എൻ്റെ മകളായിട്ടും അഭിനയിക്കുന്നത്. അത് തൃശ്ശൂർ തന്നെ ഷൂട്ടിംഗ് നടക്കണം. ഇനി ദൃശ്യത്തിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. ദൃശ്യത്തിനെ കൂടുതലും പറയേണ്ട ഞങ്ങൾക്ക് വിളി വരും ഇത് ഇട്ട് കഴിഞ്ഞാൽ. 27-ാം തീയതി അപ്പം ഇനിയും റിലീസ് ചെയ്യാണ്. അപ്പം നല്ലൊരു സിനിമയായിട്ട് പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.